ഡോക്ടർ ജെ കെസ് ഡയബി ടോക്സിലെ 13ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. പ്രമേഹ ചികിത്സയിലെ 4 നെടും തൂണുകളാണ്: 1 വ്യായാമം, 2 ഡയറ്റ്, 3 മരുന്ന്, പിന്നെ 4 എഡ്യൂക്കേഷൻ അഥവാ പ്രമേഹത്തെക്കുറിച്ചുള്ള അറിവ്. ഇതിൽ ഒരു തൂണ് ഇളകിയാൽ പ്രമേഹം വഷളായി സങ്കീർണമാകും. ഒരിക്കൽ പ്രമേഹം നിർണ്ണയിക്കപ്പെട്ടാൽ ആദ്യം തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനായി എക്സസൈസ് പറയുമ്പോൾ നടന്നു തുടങ്ങിയ പലർക്കും ഷുഗർ കുറഞ്ഞില്ല എന്ന് കാണുന്നു. അതിനർത്ഥം ഒന്നുകിൽ ശരിയായി നടന്നില്ല, അല്ലെങ്കിൽ നടത്തം കൊണ്ട് മാത്രം കാര്യമില്ല എന്നല്ലേ? അപ്പോൾ നടത്തത്തിന് പുറമെ മറ്റെന്തൊക്കെയോ വേണമെന്ന് ഉറപ്പാണ്. ഈ എപ്പിസോഡിൽ വ്യായാമം എന്താണ്, അതിൻ്റെ ആവശ്യകത എന്ത്, എത്ര തരം, എങ്ങനെ ചെയ്യണം എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റിപ്പീറ്റഡ് ആൻഡ് റിത്മിക് മൂവ്മെന്റ്സ്, അതായത് ആവർത്തിച്ച് താളത്തിൽ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് വ്യായാമം. ഇതിൻ്റെ ആവശ്യകത എന്തെന്നറിയാൻ ഒരു ഫ്ലാഷ് ബാക്ക് ആവശ്യമാണ്. അതായത് നമ്മുടെ പൂർവികർ ഒരു ദിവസം 23,000 സ്റ്റെപ്സ് നടക്കുന്നതുൾപ്പെടെയുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തിരുന്നു. കൃഷി, വെള്ളം കോരൽ, അരിയാട്ടുക, ഭാരോദ്വഹനം മുതലായവ. ഇന്നോ ആധുനിക സാങ്കേതിക വളർച്ചയുടെ ഭാഗമായി എങ്ങനെ വിശ്രമിക്കാം എന്ന് റിസർച്ച് ചെയ്ത് നാം കുഴിമടിയന്മാരായതിൻ്റെ ഫലമായി 2 അപകടം സംഭവിച്ചു. ഒന്ന്, സെഡൻഡറിസം, അതായത് വെറുതെ ഇരിക്കൽ. സിറ്റിംഗ് ഈസ് ദ ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. അതായത് ദീർഘസമയം വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് വ്യായാമക്കുറവ് മൂലം ഒരു പുകവലിക്കാരന് സംഭവിക്കാവുന്ന എല്ലാ ദോഷങ്ങളും വരാം. ക്യാൻസറും ബ്രോങ്കൈറ്റിസും വരുമെന്നല്ല, ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ. അതായത് വെറുതെ ഇരിക്കുന്നതിനും കനത്ത വില കൊടുക്കേണ്ടി വരും എന്നർത്ഥം. 2, സാർക്കോപീനിയ. വ്യായാമം, പ്രത്യേകിച്ചും സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ കുറവും ഒപ്പം പ്രോട്ടീൻ പിന്നെ ന്യൂട്രീഷൻ്റെ ഡെഫിഷ്യൻസിയും കൊണ്ട് 40 വയസ്സ് കഴിഞ്ഞാൽ മസിൽ മാസും സ്ട്രെങ്തും ക്രമേണ കുറയും. 40 മുതൽ ഓരോ 10 വർഷവും 10% വീതം പേശികൾ നഷ്ടപ്പെട്ട് ബലം കുറഞ്ഞ് വീഴ്ച ഓർ ഫാൾസ് ഉണ്ടായി എല്ല് പൊട്ടും, എണീക്കാൻ പോലും വയ്യാതെയാകും. വ്യായാമം 3 തരത്തിലുണ്ട്. 1 ഫ്ലെക്സിബിലിറ്റി, 2 എയറോബിക്, 3 സ്ട്രെങ്ത് ഓർ വെയ്റ്റ് ട്രെയിനിങ്. ഇതിൽ ഫ്ലെക്സിബിലിറ്റി എന്നത് മെയ് വഴക്കമാണ്. ശരീരം അനായാസേന വളയ്ക്കാനും തിരിക്കാനും കഴിയണം. ഇതാണ് എക്സസൈസിന് മുൻപുള്ള വാം അപ്പ്. യോഗാസനങ്ങൾ ഇതിൽപ്പെടും. ശരിയായ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടി പേശികളെ തയ്യാറെടുപ്പിക്കുന്നതാണിത്. 2, എയറോബിക് ഓർ കാർഡിയോ എക്സർസൈസ്. പേരുപോലെ ശ്വസനത്തിൽ നിന്നും ഉള്ള ഓക്സിജനാണ് ഇത് ചെയ്യുന്നതിനുള്ള എനർജി. ഇവിടെ ഹൃദയ രക്തചംക്രമണം കൂടി ഹാർട്ട് റേറ്റ് വർദ്ധിക്കുന്നു. അതായത് അത്യാവശ്യം സംസാരിച്ചു കൊണ്ട് ചെയ്യാവുന്നത്. നടത്തം, നീന്തൽ, സൈക്ലിംഗ്, ഗാർഡനിങ് മുതലായവ. 3, റെസിസ്റ്റൻസ്, സ്ട്രെങ്ത് ഓർ വെയ്റ്റ് ട്രെയിനിങ്, അതായത് ഐസോമെട്രിക് എക്സസൈസ്. പേശികളിൽ സംഭരിച്ചു വച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ, ഫാറ്റ് മുതലായവയാണ് ഇത് ചെയ്യുന്നതിനുള്ള എനർജി എന്ന് അറിയുമ്പോൾ ഡയബറ്റീസിലുള്ള ഇതിൻ്റെ പ്രയോജനം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചുരുങ്ങിയ സമയത്ത് ചെയ്യുന്ന ഹൈ ഇൻറ്റൻസിറ്റി മൂവ്മെൻറ്റ്സ് ആണിത്. പുള്ളിങ്, പുഷിങ്, ലിഫ്റ്റിംഗ് ആൻഡ് റെസിസ്റ്റിംഗ് ആയ എല്ലാ മൂവ്മെൻറ്റ്സും ഇതിൽപ്പെടും. ഇനി പുതിയ ട്രെൻഡായ HIIT എന്താണെന്ന് അറിയണ്ടേ? ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്. ഹൈ ഇൻറ്റൻസിറ്റിയിൽ എയറോബിക് എക്സസൈസ് ഹൈ സ്പീഡിൽ ചെയ്ത് ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കൂട്ടിയ ശേഷം പെട്ടെന്ന് നിർത്തുന്ന ഒരു രീതിയാണിത്. നിങ്ങളുടെ ഡയബറ്റീസിന് ഇത് വളരെ ഫലപ്രദമാണ്.
ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഇത് ചെയ്യാവുന്നതാണ്. വ്യായാമത്തിന് 4 കമ്പോണൻസ് അഥവാ ഘടകങ്ങളുണ്ട്. ഒന്ന്, ഫ്രീക്വൻസി, ആഴ്ചയിൽ എത്ര തവണ. 2, ഇൻറ്റൻസിറ്റി, അതായത് ചെയ്യുന്ന തീവ്രത. ഇത് അളക്കുകയാണെങ്കിൽ 10-ൽ 1, 2, 3 മൈൽഡ്, 4, 5, 6 മോഡറേറ്റ്, 7, 8, 9, 10 ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറയാം. 3, ടൈം, എത്ര സമയം. 4, ടൈപ്പ് ഓഫ് എക്സസൈസ്, എയറോബിക് ആണോ വെയ്റ്റ് ട്രെയിനിങ് ആണോ. WHO-യുടെയും അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷനും നിർദ്ദേശിക്കുന്ന പ്രമേഹത്തിലെ വ്യായാമത്തിൻ്റെ റെക്കമെൻഡേഷൻ ഇനി പറയാം. എയറോബിക് എക്സസൈസ്, മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസ്, മിനിമം 30 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസമെങ്കിലും, അതായത് 150 മിനിറ്റ് ചെയ്യണം. വെയ്റ്റ് ട്രെയിനിങ് മിനിമം 20-30 മിനിറ്റ് എങ്കിലും ആഴ്ചയിൽ 3 ദിവസം ചെയ്താലേ ഷുഗർ കൺട്രോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഭാരം കുറയ്ക്കാനും ഡയബറ്റിസ് റെമിഷനും ഉദ്ദേശിക്കുന്നവർ 1000 കാലറിക്ക് താഴെയുള്ള ഡയറ്റിന് പുറമെ ഇപ്പറഞ്ഞതിൻ്റെ ഇരട്ടിയെങ്കിലും ചെയ്യേണ്ടി വരും. പല പഠനങ്ങളും പറയുന്നത് 5% ആൾക്കാർ മാത്രമേ ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുന്നുള്ളൂ എന്നതാണ്. അത് തന്നെയാണ് പ്രമേഹം വഷളാകുന്നതിന് ഒരു കാരണം. എന്താ, നമുക്കിതൊന്ന് ശരിയായി ചെയ്ത് പ്രമേഹം നിയന്ത്രിച്ച് പ്രായമാകുമ്പോൾ ആരോഗ്യത്തോടെ സ്മാർട്ടായി ഒന്ന് എണീറ്റ് നിൽക്കണ്ടേ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വിലപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. സംശയങ്ങളും കമൻറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്ലെക്സിബിലിറ്റി, എയറോബിക്, വെയ്റ്റ് ട്രെയിനിങ്, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് മുതലായവകളെക്കുറിച്ചുള്ള തുടർ വീഡിയോകളുമായി ഉടനെ എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.